എല്ലാവർക്കും സുഖല്ലേ? വെൽക്കം ടു സജിനാസ് കിച്ചൻ. ഓണം സ്പെഷ്യലായിട്ട് ഒരു വെറൈറ്റി പിങ്ക് പായസത്തിൻ്റെ റെസിപ്പിയുമായാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. വളരെ ടേസ്റ്റിയാണ്, കാണാൻ നല്ല കളർഫുള്ളാണ്. അതുപോലെ തന്നെ വെറും 10 മിനിറ്റിൽ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഒന്ന് കണ്ടു നോക്കിയാലോ. അതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ കുഞ്ഞ് ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണേ. എങ്കിലേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുള്ളൂ. ഇതിനു വേണ്ടി ആദ്യം തന്നെ നമുക്കൊരു സോസ് പാൻ എടുക്കാം. ഇതിലോട്ടേക്ക് 2 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യൊന്ന് നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വരുമ്പോൾ ഇതിലോട്ടേക്ക് കുറച്ച് കാഷ്യൂസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആവണം, അതുവരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കൂടെ തന്നെ നമുക്കൊരു കുറച്ച് കിസ്മിസും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് രണ്ടും കൂടി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്ത് വെച്ചിട്ട് നമ്മുടെ കിസ്മിസും അണ്ടിപ്പരിപ്പും മാറ്റി വെക്കാം. സെയിം പാനിൽ തന്നെ നമുക്ക് 1 കപ്പ് ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു കുഞ്ഞ് ബീട്രൂട്ടാണ് കേട്ടോ ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളത്. അതും കൂടി ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലോട്ടേക്ക് 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഒരു പഞ്ചസാരയിൽ കിടന്നിട്ട് ബീട്രൂട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തിട്ട് വരണം. ഇങ്ങനെ നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ പായസത്തിൽ നമ്മൾ ചേർക്കുമ്പോൾ ഈ ബീട്രൂട്ടിൻ്റെ ഒരു പച്ചക്കുത്ത് ഉണ്ടാവില്ല. നമ്മൾ നേരിട്ട് ഡയറക്റ്റ് നമ്മൾ ബീട്രൂട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ ആ ഒരു ബീട്രൂട്ടിൻ്റെ ഒരു പച്ചക്കുത്ത് നമ്മൾ പായസത്തിന് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റും രുചിയും ഉണ്ടാവും. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. കണ്ടില്ലേ, ഇപ്പം നമ്മൾ ചേർത്തുള്ള പഞ്ചസാരയൊക്കെ നന്നായിട്ട് തന്നെ മെൽറ്റായി വന്നിട്ടുണ്ട്. നമുക്കിതിന് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി വേറൊരു സോസ് പാൻ എടുക്കാം. ഇതിലോട്ടേക്ക് 1 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലോട്ടേക്ക് 1 കപ്പ് സേമിയ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ റോസ്റ്റ് ചെയ്യാത്ത സേമിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ റോസ്റ്റ് ചെയ്തിട്ടുള്ള സേമിയയും എടുക്കാം. എന്നിട്ട് സേമിയ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു ലൈറ്റ് ഗോൾഡൻ കളറായി വരണം നമ്മുടെ സേമിയ. അതുവരെ നന്നായിട്ടൊന്ന് ഇതുപോലെ വറുത്തെടുക്കുക. അപ്പോഴാണ് നമ്മളെ പായസത്തിൽ കാണാനും നല്ല ഭംഗിയുണ്ടാവും, കഴിക്കാനും നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ ലൈറ്റ് ഗോൾഡൻ കളറായിട്ട് വരണം. ഇനി ഇതിലോട്ടേക്ക് 1/2 ലിറ്റർ പാല് ചേർത്ത് കൊടുക്കാം. പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. വീണ്ടും ഇതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് നന്നായിട്ടൊന്ന് തിളക്കണം. ഇനി നമ്മുടെ സേമിയ ഇതിൽ കിടന്നൊന്ന് വെന്ത് വരണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കണ്ടില്ല, നമ്മൾ സേമിയൊക്കെ ഇതിൽ ചേർത്തിട്ടുള്ള സേമിയ നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഇതുപോലെ നല്ല കുക്കായിട്ട് വരണം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ഇതിലോട്ടേക്ക് നമ്മൾ വെന്ത് കഴിഞ്ഞ ശേഷം നമ്മൾക്ക് ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നത് സ്വീറ്റ് ആൻഡ് കണ്ടൻസ് മിൽക്കാണ്. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് സ്വീറ്റ് ആൻഡ് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. പിന്നെ നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ്. ഞാനിപ്പോൾ ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ മധുരത്തിന് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പഞ്ചസാരയും മിൽക്ക് മെയ്ഡും എല്ലാം കൂടി നല്ല വണ്ണത്തിന് യോജിച്ച് വരണം. അതുവരെ നല്ല വണ്ണത്തിന് ഒന്ന് മിക്സാക്കി കൊടുക്കുക. കണ്ടില്ലേ, ഇപ്പോൾ നന്നായിട്ട് തന്നെ മിക്സായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിതിൽ ചേർത്തിട്ടുള്ള പഞ്ചസാരയൊക്കെ നല്ലവണ്ണം തന്നെ മെൽറ്റായി വന്നിട്ടുണ്ട്. നമ്മളിതിൽ ചേർത്തിട്ടുള്ള സേമിയും നന്നായിട്ട് തന്നെ കുക്കായിട്ടും വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. പിന്നെ നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ബീട്രൂട്ടിൻ്റെ മിക്സ് ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കുക. അതും കൂടി ചേർത്തിട്ട് മുഴുവനും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ നമ്മളിതിൽ കളറിന് വേണ്ടിയിട്ട് വേറെ ഒന്നും നമ്മളിതിൽ ചേർക്കുന്നില്ല. നമ്മുടെ ബീട്രൂട്ടിൻ്റെ നല്ല നാച്ചുറലായിട്ടുള്ള കളർ മാത്രമേ ഇതിൽ ഉണ്ടാവുള്ളൂ. വേറെ കളറോ കാര്യങ്ങളോ ഒന്നും നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മൾ ഈ ഒരു ബീട്രൂട്ട് ചേർക്കുമ്പോൾ തന്നെ നല്ലൊരു പിങ്കിഷ് കളർ നമ്മൾ പായസത്തിന് കിട്ടും. അപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും, കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. ഇത് ശരിക്കും നല്ല ടേസ്റ്റി ആയിട്ടൊരു അടിപൊളി പായസമാണ് കേട്ടോ. നിങ്ങൾ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടമാവും. അപ്പോൾ ഓണത്തിന് എല്ലാവരും ഈ ഒരു പിങ്ക് പായസം മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വേറൊരു 10 മിനിറ്റ് മാത്രമേ വേണ്ടൂ ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ നല്ല ടേസ്റ്റും നല്ല രുചിയാണ്. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ പായസത്തിൻ്റെ കളർ തന്നെ മാറിപ്പോയി. നമ്മളിതിൽ വേറെ ഒരു കളറോ കാര്യങ്ങളോ ഒന്നും നമ്മളിതിൽ ചേർത്തിട്ടില്ല. വെറും നാച്ചുറലായിട്ടുള്ള ബീട്രൂട്ടിൻ്റെ കളർ മാത്രമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് നമ്മൾ മിക്സാക്കി എടുക്കുക. സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം നമ്മളിത് ലാസ്റ്റ് കുറച്ച് ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു പഞ്ചസാരൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ്. അതും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ നമ്മളെ രുചിയൂറും പിങ്ക് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സെർവ് ചെയ്യാം.
അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള നമ്മുടെ പിങ്ക് പായസം റെഡി ആയിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല കളർഫുള്ളാണ്. കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. എത്ര കഴിച്ചാലും നമുക്ക് മതിയാവില്ല. വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന നല്ല ടേസ്റ്റും രുചിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ വെറൈറ്റി റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു. ബൈ ബൈ.